അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ അലിമീങ്ങളും മുത്താലിമീങ്ങളും നമുക്ക് സൂറത്തുൽ ബഖറയിലെ 115-ാമത്തെ സൂക്തം മുതലാണ് ചർച്ച ചെയ്യാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനസല ഇറങ്ങി ലമ്മ തഅനൽ യഹൂദു ജൂതന്മാർ ആക്ഷേപിച്ചപ്പോൾ ഫി നസ്ഖിൽ ഖിബലയെ മാറ്റുന്നതിൽ, അതായത് ഖിബല ഒരു സ്ഥലത്തേക്കായിരുന്നു, പിന്നെ അവിടുന്ന് മാറ്റി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചു. പിന്നെ നബിതങ്ങൾക്കൊരു വൈമനസ്യമൊക്കെ ഉണ്ടായി. നമ്മൾ അതിന് ശേഷമാണ് വരുന്നത്. സയഖൂൽ ഭാഗത്തൊക്കെ ഉണ്ടാകും. അല്ല, വൈമനസ്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു സങ്കടം ഉണ്ടായി. കാരണം സ്വാഭാവികമായിട്ടും നബിതങ്ങൾ ജനിച്ച മക്ക, ആ മക്കയിലുള്ള കഅബാലയം, അതിനെ ഖിബിലയായിട്ട് വീണ്ടും കിട്ടണമെന്ന് നബിതങ്ങൾ ആശിച്ചു. അങ്ങനെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബില മാറ്റുന്നത്. അപ്പോൾ ഈ ഖിബിലയുടെ ഒന്ന് രണ്ട് മാറ്റങ്ങൾ, അപ്പോൾ ഈ മാറ്റങ്ങൾ അതിൻ്റെ വിഷയത്തിൽ ഖിബില അങ്ങോട്ട് മാറ്റിക്കളിക്കുന്ന എന്ന തരത്തിൽ ജൂതന്മാരെ ആക്ഷേപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഫി സ്വലാത്തി നാഫില, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, അല്ല റാഹിലത്തി വാഹനത്തിൻ്റെ മേൽ, ഫി സഫരി യാത്രയിൽ, ഹൈസുമാ തവജ്ജഹത്ത്, ഈ റാഹിലത്ത് വാഹനം എങ്ങോട്ടാണോ തിരിയുന്നത് അതാണ് സുന്നത്ത് നിസ്കാരത്തിലുള്ള ഖിബില ഉണ്ടാവുക. നമുക്ക് അറിയാവുന്നതാണല്ലോ, ഫിഖീന്റെ കിതാബിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാ വേളയിലും, എല്ലാ ഖിയാമിൻ്റെ വേളയിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നിൽക്കാമെന്നാണല്ലോ നമ്മുടെ ഖിബില. യാത്രയുടെ ജിഹത്തിലോട്ട് തിരിക്കുക, അല്ലെങ്കിൽ കാബാലയത്തിൽ തിരിക്കുക. അങ്ങനെയാണ് യാത്രയുള്ള വാഹനത്തിന്മേലുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തോട്ട് നിസ്കരിച്ചിട്ടുള്ള തിരിഞ്ഞുകൊണ്ട് ആരാധന ഉണ്ടാവും. അതുപോലെ മറ്റു വിഷയമാണെങ്കിൽ ഈ ഖിബില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അങ്ങനെ ജൂതന്മാർ ഈ വിഷയത്തിലൊക്കെ ആക്ഷേപിച്ചു. അങ്ങനെ അള്ളാഹ് അപ്പോഴേക്കും ഇറങ്ങിയതാണിത്, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, മശ്രിഖും മഗ്രിബും, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. അതായത് അൽ അർളു കുല്ലുഹ, ഭൂമി അത് മുഴുവനും അള്ളാഹ്ക്കുള്ളതാണ് എന്ന്. ലിഅന്നഹുമ, കാരണം ഈ കിഴക്കും പടിഞ്ഞാറും എന്നുള്ളത് നാഹിയത്താണ്, രണ്ട് സൈഡുകളാണ്, ഭൂമിയുടെ രണ്ട് പാർശ്വങ്ങളാണ്. ഇനി ഫൈനമാ തുവല്ലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ എവിടേക്ക് തിരിച്ചാലും, ഫി സ്വലാത്ത് നിസ്കാരത്തിൻ്റെ വേളയിൽ, ബി അംരി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എവിടേക്ക് തിരിച്ചാലും, ഫസമ്മ ഹുനാക്ക, അപ്പോൾ അവിടെ സമ്മാന്ന് വെച്ചാൽ അവിടെ, അതായത് ഹുനാക്ക അവിടെയാണ് വജ്ഹുള്ള അള്ളാഹുവിൻ്റെ വജ്ഹുള്ളത്. അള്ളാഹുവിൻ്റെ വജ്ഹുള്ളതെന്ന് വെച്ചാൽ ഖിബിലത്തുഹു, അള്ളാഹുവിൻ്റെ ഖിബിലയുള്ളത്. അല്ലാതെ എങ്ങനെയുള്ള ഖിബില? റളിയഹ, അള്ളാഹു അതിന് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്ന ഖിബില അവിടെയാണുള്ളത്. അള്ളാഹ് പറഞ്ഞല്ലേ, പിന്നെന്താ പ്രശ്നം? ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല വാസിഉൻ, വിശാലമായവനാണെന്ന് വെച്ചാൽ യസ്അഉ ഫദ്ലുഹു, അവൻ്റെ ഫദ്ൽ ഔദാര്യം വിശാലമായതാണ്. കുല്ല ഷൈഇൻ, എല്ലാത്തിനേക്കാൾ വിശാലമായതാണ്. അതായത് എല്ലാത്തിലും വിശാലമായതാണ് അള്ളാഹുവിൻ്റെ ഫദ്ൽ, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന വിധത്തിൽ. അലീമും ബി തദ്ബീരി ഖൽഖിഹി, തൻ്റെ ഖൽഖിനെ, തൻ്റെ സൃഷ്ടികളെ എങ്ങനെയൊക്കെ തദ്ബീർ ചെയ്യണം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെപ്പറ്റി നല്ലപോലെ അറിയുന്നതാണ് തദ്ബീർ. പിന്നെ വഖാലു ബി വാവി വദൂനിഹ, രണ്ട് ഖിറാഅത്ത്, വഖാലു എന്നും വഖാല എന്നുണ്ട്. എന്തായാലും ഖാലു അവർ പറഞ്ഞു, കാല പറഞ്ഞു എന്ന രീതിയിൽ. എന്തായാലും പറയുന്ന ആളുകൾ ആരാണ്? അൽ യഹൂദ് വൻ നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും. പിന്നെ വമൻ, ഒരുത്തരും വാദിക്കുന്നുണ്ട് അന്നൽ മലായിക, നിശ്ചയം മലാഖമാർ, മലക്കുകൾ, ബനാത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ ഈ മൂന്ന് കൂട്ടരും പറഞ്ഞു, ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു ഒരു വലദിനെ, ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അവർക്കെതിരെ അള്ളാഹ് പറയാണ്, ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, സുബ്ഹാനഹു, നമുക്കറിയാം സബ്ബഹത സുബ്ഹാന, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന ഒരു മസ്തറിന്റെ രൂപത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും തഫ്സീറിലും തൻസീഹൻ ലഹു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അള്ളാഹിനെ തന്നെ പരിശുദ്ധപ്പെടുത്തുകയാണ്. നസ്സഹ്തു തൻസീഹൻ ലഹു അൻഹു എന്ന്. നസ്സഹ്തു അതും പറഞ്ഞിട്ടില്ല, എന്തായാലും ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, തൻസീഹൻ ഒരു പരിശുദ്ധപ്പെടുത്തൽ, ലഹു അള്ളാഹുവിനെ ഒരു പരിശുദ്ധപ്പെടുത്തൽ വരുത്താണെന്ന്. അൻഹു ഏതിനെ തൊട്ട്? അള്ളാഹ് ഒരു സന്താനത്തെ സ്വീകരിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ബൽ മറിച്ച് ലഹു അള്ളാഹ്ക്കുണ്ട്, മാ ഒന്ന്, ഫിസ് സമാവാതി, ഭൂമി ആകാശങ്ങളിലുള്ള, വൽ അർളി ഭൂമിയിലുള്ളതും ഒന്ന് അള്ളാഹ്ക്കുള്ളതാണ്. ഒന്ന് എന്തിനാൽ? മിൽക്കൻ ഉടമസ്ഥാധികാരത്താൽ, വ ഖൽഖൻ സൃഷ്ടിപ്പിനാൽ, വ അബീദ അടിമകളാൽ. പിന്നെ അള്ളാഹ്ക്കുള്ളതാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥാവകാശം. എല്ലാ സൃഷ്ടികളും അള്ളാഹുടെയാണ്, എല്ലാ അടിമകളും അള്ളാഹുടെയാണ്, ആ രീതിയിൽ. അപ്പോൾ ഇങ്ങനത്തെയുള്ള വൽ മലക്കിയത്തു, ഈ എല്ലാത്തിലുള്ള ആ ഒരു ആധിപത്യം ഉണ്ടല്ലോ, അത് തുനാഫി, അത് എതിരാവുന്നുണ്ട് അൽ വിലാദത്ത, സന്താനങ്ങൾ ഉണ്ടാവുന്നതിനോട് എതിരാവുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു സ്വച്ഛാധിപത്യം, അതായത് അള്ളാഹ്ക്ക് എല്ലാം അള്ളാഹുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാമല്ലോ, സ്വച്ഛാധിപതിയാണ് അള്ളാഹ്. അപ്പോൾ ഈ ഒരു മുൽക്കിയത്ത്, ഈ ഒരു മലക്കിയത്ത്, അത് തുനാഫിൽ വിലാദത്തിനോട് എതിരാവും എന്നതാ. ഇത്രയും അധികാരമുള്ള ഒരാൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് എന്തില്ല? കുട്ടികളില്ല എന്നാണ് ബല്ലഹു മാഫിസ്സമാവാതി വൽ അർദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ അബ്ബറ പരാമർശിച്ചിരിക്കുന്നു ബിമാ, ഇവിടെ മായ പരാമർശിച്ചിട്ടുണ്ടല്ലോ, മാ എന്നാണ് പരാമർശിച്ചത്. ബല്ലഹു മാഫിസ് സമാവാതി, മൻഫിസ് സമാവാതി എന്ന് പറയുന്നത് മാ എന്ന് പരാമർശിച്ചു. അതെന്തിനു വേണ്ടിയാണ്? തഗ്ലീബൻ, മികപ്പിച്ചത് കാരണത്താലാണ്. ലിമാ ഒന്നിന്, ലായ അക്കിൽ ആക്കിലിന് ആക്കിലിന് ആക്കൽ എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യൻ, ഭൂതം, എന്താണ് മലക്ക്, മനുഷ്യ, ഭൂത, മാലാക വർഗം, ഈ 3 വർഗ്ഗങ്ങളെയാണ് ആക്കിൽ എന്ന് പറയുന്നത്. ഇതല്ലാത്തൊക്കെ ഗൊയ്റാക്കിലാണ്. അപ്പോൾ ഗൊയ്റാക്കിലിനെ മികപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അതായത് എന്താണ് ഒരുപാട് ജീവനില്ല, എന്താണ് ഈ 3 അല്ലാത്ത ഒരുപാടുണ്ട്, മറ്റ് ജീവികളുണ്ട്, ഫർണിച്ചർ, മറ്റ് വസ്തുക്കൾ, നിർജീവ വസ്തുക്കൾ, അജൈവ വസ്തുക്കൾ, സസ്യങ്ങൾ, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്, സൂക്ഷ്മജീവികൾ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് കാരണത്താലാണ് ഇവിടെ ബല്ലഹു മൻഫി സമാവാതി എന്ന് പറയുന്നത്, മാഫി സമാവാതി എന്ന് പറഞ്ഞത്. ഇനി കുല്ലഹു ഖാനിത്തുൻ, കുല്ലു എല്ലാം, കുല്ലുൻ അവ എല്ലാം എന്നാണ്. ലഹു, അപ്പം അത് ഇവതിൻ്റെ ആയിട്ട് വെക്കാം. കുല്ലുഹും എന്നുള്ളതിന് ആഹുമിന് പകരമായിട്ട് കുല്ലുൻ, അവ മുഴുവനും. ലഹു അള്ളാഹുവിന് ഖാനിത്തൂൻ, മുത്തീഊൻ, ഖാനിത്തൂൻ എന്ന് വെച്ചാൽ മുത്തീഊൻ, അള്ളാഹുവിന് വഴിപ്പെടുന്നതാണ്. അപ്പോൾ കുല്ലു ബിമാ യുറാദു, കുല്ലുൻ എല്ലാം, ബിമാ യുറാദു മിൻഹു, എന്താണ് ബിമാ ഒന്നുകൊണ്ട്, യുറാദു മിൻഹു ആ ഒന്നിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഒന്നും, കുല്ലുൻ ബിമാ യുറാദു മിൻഹു, അള്ളാഹ് ഒരു സാധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ തരത്തിലെല്ലാം എന്താണ് അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നു. വഫീ, എന്തായാലും ഈ ഒരു പ്രയോഗത്തിലുള്ള തഗ്ലീബുൽ ആക്കിലിനെ മികപ്പിക്കലുണ്ട്. നേരത്തെ ബല്ലഹു മാഫി സമാവാതി അവിടെ ഗൈറാക്കിലിനെ മികപ്പിച്ചു, ഇവിടെ കുല്ലഹു ഖാനിത്തു അവിടെ ആക്കിലിനാണ് മികപ്പിച്ചത്. കാരണം എന്താണ് കാത്തിനൂൻ അല്ല കാനിത്തൂൻ എന്ന് മുത്തിയൂൻ, അഥവാ ഇവിടെ ഇപ്പോൾ എന്താണ് മുദക്കർ സാലിമിന്റെ രൂപത്തിലാണ് ഫായിലൂൻ വസനാണുള്ളത്. അപ്പോൾ ഫായിലൂൻ വസനത്തിനാണ് ആക്കിലിനാണ് പ്രയോഗിക്കുക, ഗൈർ ആക്കിലല്ല. അപ്പോൾ ഇവിടെ എന്താണ് ആക്കിലിന് പ്രാധാന്യം കൊടുത്തിട്ട് അതിനെ മികപ്പിച്ചിട്ടാണ് ഇവിടെയുള്ള ഈ ഒരു പ്രയോഗം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഉദ്ദേശിക്കുന്ന തരത്തിലാണ് എന്ന്. ഇനി ബദീ ഉസ്സമാവാതി വൽ അർള്, അള്ളാഹ് എന്താണ് ബദീ ആണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ബദീ ആണ് എന്ന് വെച്ചാൽ മൂജിദുഹുമ, അവ രണ്ടിനെയും ഉണ്ടാക്കിയവനാണ്. ല അല മിസാലിൻ, ഒരു പ്ലാനിന്റെ മേലല്ല, അല്ലെങ്കിൽ ഒരു എന്താണ് മോഡലിന്റെ മേലെ അല്ല, സബക്ക മുൻകടന്ന്. അപ്പോൾ മുമ്പ് ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ഒരു പ്ലാൻ നോക്കിയിട്ടല്ല അള്ളാഹ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചത് എന്നർത്ഥം. അതാണ് ഏത് ബദീ കൊണ്ട് ഉദ്ദേശം. അതായത് മുൻ പ്ലാൻ ഇല്ലാതെ സൃഷ്ടിച്ചവനാണ് അള്ളാഹ്. ഭൂമിനെ ആകാശത്തൊക്കെ അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചു. വൈദാ ഖലാ അറാദ അംറ, ഖലാ എന്ന് വെച്ചാൽ അറാദ, അള്ളാഹ് എങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, അതായത് ഈജാദ് അതിനെ ഉണ്ടാക്കലിനെ ഉദ്ദേശിച്ചാൽ, ഫ ഇന്നമാ, അപ്പോഴേക്കും ഫ ഇന്നമാ യഖൂൽ, അള്ളാഹ് പറയുക മാത്രമാണ് ചെയ്യുക, ലഹു അതിനോട് കുൻ, നീ ആകു എന്ന് പറയും, അപ്പോഴേക്കും ഫയക്കൂൻ, അപ്പോൾ അത് ഉണ്ടാകും. അതായത് ഫഹു യക്കൂനു, അതപ്പോൾ ഉണ്ടാകുന്നു. ഇനി ഒഫീ ഖിറാത്ത് മറ്റൊരു ഖിറാത്തിലുണ്ട് ബിൻ നസ്ബി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയക്കൂന എന്നാണ്, നിർത്തുമ്പോൾ 2 ഫയക്കൂൻ തന്നെ, പക്ഷേ കൂട്ടി വന്നതാണ് ഫയക്കൂന എന്ന് നമ്മുടെ ഖിറാത്തിലും, മറ്റൊരു ഖിറാത്തിൽ ഫയക്കൂന എന്നുണ്ട്. അപ്പം ഫയക്കൂന എന്ന് വരുമ്പോൾ എന്താണ് ജവാബലിൽ അമ്രിനുള്ള ജവാബിന് വേണ്ടിയാണ് അങ്ങനെ യക്കൂന എന്ന് വരുന്നത്. അതായത് കുൻ എന്തായി, നീ ആക് അല്ലെങ്കിൽ നീ ഉണ്ടാക് എന്ന് പറയും, അപ്പോഴേക്ക് നീ ഉണ്ടാക് എന്ന് പറയും. അപ്പോൾ ഫയക്കൂന എന്ന് വരാൻ കാരണം അത് കുന്നുള്ളത് എന്താണ് തലബാണ്, തലബിന് ശേഷം ഫാവ് വരികയും അങ്ങനെ മുൽമറത്തായ അന്നവിടെ ഉണ്ടാകും, മറക്കപ്പെട്ട ഒരു അന്ന, ആ അന്ന നെസ്ബ് ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ. അതിൻ്റെ ജവാബായിട്ട് യക്കൂന വരും. അങ്ങനെ ഇനി വഖാലല്ലദീന ലാ യഅലമൂന, വഖാലല്ലദീന ഒരു കൂട്ടർ പറഞ്ഞു, എങ്ങനെയുള്ളൊരു കൂട്ടരാണ് ലാ യഅലമൂന, അവർ മനസ്സിലാക്കുന്നില്ല, അതായത് കുഫാർ മക്കയിലുള്ള കാഫിര്യങ്ങളാണ്, ഇവരെ ഇല്ലാത്ത ആളുകൾ. അപ്പോൾ അതാണ് ലാ യഅലമൂൻ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലൗല ഹല്ല, അവിടെ ലൗലക്ക് ഹല്ല എന്നുകൊണ്ടാണ് തഫ്സീർ ചെയ്യുന്നത്. അപ്പോൾ ലൗല എന്നുള്ളത് 2 അർത്ഥത്തിലും വരാം, അറളിൻ്റെ അർത്ഥത്തിലും വരാം, തഹ്ലീലിൻ്റെ അർത്ഥത്തിലും വരാം. അറളെന്ന് വെച്ചാൽ നല്ല മയമായിട്ട് എന്താണ് പ്രേരിപ്പിക്കുകയാണ്. തഹ്ലീൽ എന്ന് വെച്ചാൽ ഒരു ഇടങ്ങേറായിട്ട് ഒരു പ്രയാസപ്പെടുത്തിക്കൊണ്ട ഒരു പ്രേരണ നൽകലാണ് തഹ്ലീൽ. അപ്പോൾ ഇവിടെ തഹ്ലീലിയത്തായ ലൗലയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹല്ലാനെ കൊണ്ടുവന്നത്. ഹല്ല തഹ്ലീലിലേക്ക് വേണ്ടിയേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എന്താണ് ലൗല യുക്കല്ലിമുന അല്ലാഹ്, അള്ളക്ക് ഞങ്ങളോട് സംസാരിച്ചുകൂടെ മുഹമ്മദെ, അള്ളക്ക് ഞങ്ങളോട് സംസാരിച്ചുകൂടെ മുഹമ്മദെ എന്നാണ് അവർ ചോദിക്കുന്നത്. അന്നക്ക റസൂൽ, നീ റസൂലാണെന്ന്, അള്ളാഹുവിൻ്റെ അവൻ്റെ റസൂലാണ് നീ എന്ന് അള്ളാഹ് ഞങ്ങളോട് നേരിട്ട് വന്നാൽ പറഞ്ഞാൽ പോരെ എന്ന്. അല്ലെങ്കിൽ എത്തിയനായ ഞങ്ങൾക്കൊരായത്തെങ്കിലും വരട്ടെ, ഞങ്ങൾക്കൊരായത്ത് വന്നൂടെ, എന്താ ആയത്തൊന്നും വരാത്തത്, ഒരു ദൃഷ്ടാന്തവും വരാത്തത്. മിമ്മ ഒന്നിനാലുള്ള ഇഖ്തറഹ്നാഹു, ഞങ്ങൾ ആ ഒന്നിനെ ഇങ്ങനെ ഇടങ്ങേറാക്കി ചോദിക്കുക. ഇഖ്തറഹ എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ചോദിക്കും, ഇങ്ങനെ എന്താണ് നൈരന്തര്യമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, പ്രയാസപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് ഞങ്ങൾക്ക് വന്നുകൂടെ എന്ന്. ആയത്തും മിമ്മ ഒന്നിൽ നിന്നുള്ള
ഒന്നെന്താണ് ഇഖ്തറഹ്നാഹു, ഞങ്ങൾ അതിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ചോദിക്കണം, നിരന്തരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആയത്ത് വന്നൂടെ, അലാ സിദ്ദിഖിക, നിന്നെ വാസ്തവമാക്കുന്നതിൻ്റെ മേലെ, നീ സത്യസന്ധനാണെന്നതിൻ്റെ മേലെ. അപ്പോൾ കദാലിക കമാ ഖാല ഹഉലായി, കദാലിക എന്ന് വെച്ചാൽ ഈ കൂട്ടർ പറഞ്ഞതുപോലെ, ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, ഖാല പറഞ്ഞിട്ടുണ്ട്, അല്ലദീന ഒരു കൂട്ടർ, മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പുള്ള ഒരു കൂട്ടരും, മിൻ കുഫാരിൽ ഉമമിൽ മാദിയ കഴിഞ്ഞുപോയ സമുദായത്തിലുള്ള കാഫിരീങ്ങളാലുള്ള മറ്റു വിഭാഗങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അംബിയാഹിം അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരോട് ചോദിച്ചിട്ടുണ്ട്, മിസ്ല കൗലിഹിം ഇവർ പറയുന്ന പോലത്തെ ഒരു പറച്ചിലും, പിന്നെ തനഉതി മത്സര്യ ബുദ്ധിയാൽ, വതലബിൽ ആയാത്തി ആയത്തുകൾ ചോദിക്കലിനാൽ. അപ്പോൾ തശാബഹത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സദൃശ്യമായിരിക്കുന്നു, ഫിൽ കുഫ്രി കുഫറിന്റെ വിഷയത്തിലും, വൽ ഇനാദി സത്യനിഷേധത്തിന്റെ ഇനാദ് നിഷേധം, എതിരിടുക. അപ്പോൾ ആ വിഷയത്തിൽ അതിലുണ്ട് തസ്ലിയത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കലുണ്ട്. കാരണം നബിയെ ഇവർ ഇങ്ങനത്തെ ചോദ്യം മുമ്പുള്ള ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഓരോ പ്രവാചകന്മാർ നിങ്ങളോട് മാത്രമേ നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊരു മാന കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് വയ്യന്ന തീർച്ചയായും വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലായാത് ദൃഷ്ടാന്തങ്ങളിൽ കൗമിയൂഖിനൂൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ, ഉറച്ചു വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഇയാൾ മുന്നേ മനസ്സിലാക്കുന്നവർ, അന്നഹ അവകളൊക്കെയും ആയാത്തുൻ ദൃഷ്ടാന്തങ്ങളാണെന്നും മനസ്സിലാക്കുകയും ചെയ്യും. എന്നിട്ട് അത് കാരണത്താൽ യുഅ്മിനൂന അവർ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഫഖ്തിറാഹു ആയത്തിൻ മഅഹാ തനഉതുൻ, ഫഖ്തിറാഹു ആയത്തിന് ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കൊണ്ടുപോകാം മുഹമ്മദേ എന്നുള്ള, അതാണ് ഇഖ്തിറാഹു ആയ. അങ്ങനെ ഇങ്ങനെ ഇടങ്ങേറാക്കിയ ഒരു ആയത്തിന് ചോദിക്കുക, അത് മഅഹ ഏതോടുകൂടി, പല ദൃഷ്ടാന്തങ്ങളുണ്ട്, ഓൾറെഡി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിമിതങ്ങൾ കണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. നിമിതങ്ങളുടെ മോചിതത്വം ഏറ്റവും വലുത് ഖുർആനാണ്. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഉള്ളതോടുകൂടി വീണ്ടും ചോദിക്കുക എന്നുള്ളത് എന്താണ് തഅന്നുത്തുൻ, അതെന്താണ് മത്സര്യ ബുദ്ധിയാണ്, മത്സരിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയാണ്, അതൊന്നും ഗൗനിക്കണ്ട. പിന്നെ നിശ്ചയം നാം അർസൽനാക അങ്ങേ അയച്ചു യാ മുഹമ്മദ്, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിൽ ഹഖി എന്തുമായിട്ട്, ഹക്കുമായിട്ട്, ബിൽ ഹുദ ഹക്ക് എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം വെച്ചാൽ എന്താണ്, യാഥാർത്ഥ്യം മനസ്സിലായാലാണല്ലോ നമുക്ക് ഹിദായത്ത് കിട്ടുക. ബിൽ ഹുദ സന്മാർഗവുമായിട്ട് ആണ് അങ്ങേ നാം അയച്ചിട്ടുള്ളത്, സന്മാർഗവുമായിട്ട് അങ്ങേ അയച്ചു. അങ്ങ് തന്നെ എന്തായ നിലക്ക് ബഷീറ സന്തോഷ വാർത്ത, സുവിശേഷം അറിയിക്കുന്നവരായ നിലക്ക്, ഓരോരുത്തർക്ക് അജാബ ഇലൈഹി ബിൽ ജന്ന, അജാബ ഇലൈഹി നബിതങ്ങളിലേക്ക് ഉത്തരം നൽകിയ ഒരുത്തർക്ക് ബിൽ ജന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് അങ്ങേ അയച്ചത്. വനതീറ അങ്ങ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടാണ് അങ്ങേ നാം അയച്ചത്. മൻ ലം യുജിബ് ഇജാബത്ത് നൽകാത്തൊരുത്തന്, ഉത്തരം നൽകാത്തൊരുത്തന്, ഇലൈഹി അതിലേക്ക്, അതായത് നബിതങ്ങളെ അതിലേക്കാണ് ക്ഷണിക്കുന്നത്, അതിലേക്ക് ഉത്തരം നൽകാത്തവന് എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്, ബിന്നാർ നരകം കൊണ്ട്. വലാ തുസ്അലു അങ്ങ് ചോദ്യം ചെയ്യപ്പെടുകയില്ല നബിയെ, അൻ അസ്ഹാബുൽ ജഹീം ജഹീമിൻ്റെ ആളുകളെ തൊട്ട്, അതായത് നാരി അഥവാ നരകത്തിൻ്റെ ആളുകളെ തൊട്ട്, അതായത് കുഫാർ നരകത്തിൻ്റെ ആളുകളെ കാഫിര്യങ്ങൾ എന്താ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ചോദ്യമൊന്നും ഉണ്ടാവില്ല. മാലഹ അവർക്ക് എന്തേ ലംയുമിന അവർ വിശ്വസിച്ചിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കൂല. ഇന്നമാ അലൈക്കൽ ബലാഗ് അങ്ങയുടെ മേലെന്ത് മാത്രമേ ഉള്ളൂ, തബലീഗ് മാത്രമേ ഉള്ളൂ, മതപ്രബോധനം മാത്രമേ ഉള്ളൂ നബിയെ. വഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് തസ്അൽ ബി ജസ്മ കൊണ്ട്. അപ്പോൾ എന്താണ് തുസ്അൽ നഹിയ, എന്താണ് അങ്ങയോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല നബിയെ. തുസ്അൽ അങ്ങയോട് ചോദ്യം പെടാവതല്ല, അതായത് നഹിയായിട്ട് ചെയ്യപ്പെടരുത് എന്ന രീതിയിൽ. വലാ തസ്അൽ അൻ അസ്ഹാബിൽ ജഹീം, വലാ തസ്അൽ എന്നാണെങ്കിൽ വലാ തസ്അൽ ഞാൻ പറയാം. വലാ തസ്അൽ എന്നാണെങ്കിൽ അങ്ങ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അൻ അസ്ഹാബിൽ ജഹീമിൻ്റെ ആളുകളെ തൊട്ട്, അല്ലെങ്കിൽ അങ്ങയോട് ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല ജഹീമിൻ്റെ ആളുകളെ തൊട്ട്. അങ്ങയുടെ മേലെ യാതൊരു ഇതാണ് വലാ തുസ്അൽ എന്ന് മജ്ഹൂലിൻ്റെ രൂപത്തിൽ. അങ്ങയോട് ചോദ്യം പെടാവതല്ല, നഹിയായിട്ട് നിരോധനയാണ്. ഇനി വലൻ തർല അങ്ങയെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല അൽ യഹൂദ് ജൂതന്മാർ, വലൻ നസാറ ക്രിസ്ത്യാനികളും, ഹത്താ തത്തബിഅ അവർ പിൻപറ്റുന്നോടം വരെയും, മില്ലത്തഹും അവരുടെ ഹത്താ തത്തബിഅ അങ്ങ് പിൻപറ്റുന്നോടം വരെ, മില്ലത്തഹും അവരുടെ മില്ലത്തിനെ അഥവാ ദീനഹും അവരുടെ മതത്തെ അങ്ങ് പിൻപറ്റിയാലേ ഉള്ളൂ അവർ അങ്ങേ തൊട്ട് തൃപ്തിപ്പെടുക. അതുവരെ അങ്ങേ തൊട്ട് അവർ തൃപ്തിപ്പെടുന്നില്ല നബിയെ, അവർ തൃപ്തിപ്പെടുന്ന വെറുതെ തൃപ്തിപ്പെടുകയില്ല നബിയെ എന്നാണ്. കുൽ നബി എന്തായാലും അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഹുദല്ലാഹി നിശ്ചയം അള്ളാഹുവിൻ്റെ സന്മാർഗം എന്നുള്ളത് അതിൽ ഇസ്ലാം, അതായത് നിശ്ചയം ഇസ്ലാം എന്നുള്ളത് ഹുവൽ ഹുദ അതാണെന്ത് യഥാർത്ഥ സന്മാർഗം. അൽ ഹുദ എന്ന് വെച്ചാൽ യഥാർത്ഥ സന്മാർഗം. ഒമാദാഹു അതല്ലാത്തത് അള്ളാഹുവിൻ്റെ സന്മാർഗം അഥവാ ഇസ്ലാം അല്ലാത്തതൊക്കെ ലലാലും വഴികേടാണ്. വല ഇൻ ലാമ കസം, അപ്പോൾ ഖസമിൻ്റെ ലാമാണ്
അഹ്വാഅഹും, സത്യമായിട്ടും അങ്ങെങ്ങാനും അവരുടെ ഇച്ഛകളെ അവരുടെ താല്പര്യങ്ങളെ പിൻപറ്റിയാൽ, അല്ലത്തി എങ്ങനെയുള്ള താല്പര്യങ്ങൾ, യദ്ഊനക അങ്ങയെ അവർ ക്ഷണിക്കുന്നു, ഇലൈഹ ആ താല്പര്യങ്ങളിലേക്ക്, ഫറള സാങ്കല്പികമായിട്ട് അങ്ങനെ വെക്കുക. എന്താണ് അങ്ങനെ അവർ അങ്ങയെ അത്തരം താല്പര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ആ താല്പര്യങ്ങളെങ്ങാനും അങ്ങ് എന്തായാൽ ഇത്തിബാ ചെയ്താൽ പിൻപറ്റി, ഞങ്ങൾ അങ്ങനെ ഇത്തിബാ ചെയ്യൂല, പിന്നെ എന്തിനാ ഫർളൻ എന്നാണ് സങ്കല്പിക്കുക. അങ്ങനെ എങ്ങാനും ചെയ്താൽ ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, ബഅദല്ലദീ ഒന്നിന് ശേഷവും എങ്ങനെയുള്ള ഒന്ന്, ജാഅക അങ്ങേക്ക് വന്നു, മിനൽ ഇൽമി ആ ഒന്ന് എന്തിനാൽ ഇൽമ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, യഥാർത്ഥ അറിവ്, ഉറച്ച അറിവ് വന്നിട്ടുണ്ട്. അതിനുശേഷവും അങ്ങെങ്ങാനും അവരുടെ താല്പര്യങ്ങളെ പിൻപറ്റിയാൽ, ആ ഉറച്ച ഇൽമെന്ന് വെച്ചാൽ എന്താണ്, അൽ വഹീ മിനല്ലാഹ്, അല്ലാഹു എന്നുള്ള ദിവ്യബോധനം വന്നതിന് ശേഷവും അങ്ങനെ എങ്ങാനും പിൻപറ്റിയാൽ, മാലക്ക അങ്ങേക്കില്ല നബിയെ മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, മിൻ വലിയും ഒരു വലിയും ഒരു രക്ഷിക്കുന്ന ആളുണ്ടാവൂല നബിയെ. എങ്ങനെയുള്ള വലിയാണ്, യഹ്ഫദുക അങ്ങയെ സംരക്ഷിക്കും, യഹ്ഫദുക അങ്ങയെ സംരക്ഷിക്കുന്ന, വലാ നസീർ ഒരു സഹായിയും അങ്ങേക്ക് കിട്ടുകയില്ല നബിയെ, യംനഉക അങ്ങയെ തടയും, മിൻഹു അല്ലാഹുവിൽ നിന്ന്, അതോ അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് തടയുന്ന ഒരു സഹായിയും കിട്ടുകയില്ല. അങ്ങനെ നിബിധങ്ങൾ പിൻപറ്റൂല, അത്രയും ഗൗരവമാണെന്ന് പറഞ്ഞത്. അല്ലദീന ഒരു കൂട്ടർ, ആതൈനാഹും നാം അവർക്ക് നൽകിയാൽ, കിതാബിനെ നൽകി, അത് മുബത്തതാണ് അല്ലദീന എന്നുള്ളത്. യത്ലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഹക്ക തിലാവത്തിഹി ഹക്ക വിധത്തിൽ, യഥാവിധത്തിൽ, തിലാവത്തി അതിനെ പാരായണം ചെയ്യുന്നതിൻ്റെ യഥാവിധത്തിൽ, പാരായണം ചെയ്യേണ്ടതിൻ്റെ യഥാവിധത്തിൽ അവർ അതിനെ പാരായണം ചെയ്യുന്നു. അതായത് യഖ്റഊനഹു അവർ ആ കിതാബിനെ പാരായണം ചെയ്യുന്നു, കമാ അൻസല അല്ലാഹ് ഇറക്കിയതുപോലെ, വൽ ജുംലത്തു ഇവിടുത്തെ ജുംല ഉണ്ടല്ലോ അത് ഹാലാണ്. അതായത് യത്ലൂനഹു ഹക്ക തിലാവത്തി അവർ തന്നെ അതിന് യഥാവിധം പാരായണം ചെയ്യുന്നവരായ നിലയ്ക്ക് ഈ കിതാബ് നാം നൽകിയൊരു കൂട്ടരുണ്ടല്ലോ. ഇനി ഹക്ക എന്നുള്ള പദം ഉണ്ടല്ലോ, ഹക്ക അത് നുസിബ്, അത് നസ്ബ് ചെയ്യപ്പെട്ടു അലൽ മസ്തരി, മസ്തർ എന്ന് ഇറക്കിയ പ്രകാരം. അതായത് യത്ലൂനഹു ഹക്ക, യത്ലൂനഹു അവരതിനെ പാരായണം ചെയ്യുന്നു, ഹക്ക തിലാവത്തി അതിനെ പാരായണം ചെയ്യേണ്ടതിൻ്റെ യഥാവിധത്തിൽ. നമുക്കറിയാമല്ലോ, ഇപ്പം ലറബ്തു ഷദീദ ലർബിൻ, ലറബ്തു ഞാൻ അടിച്ചു, ഷദീദ ലർബിൻ ഷദീദായൊരു ലർബ്, ശിവത്തിൻ്റെ മൗസൂഫിലേക്ക് ലാഭത്ത് ചെയ്തു, ഓക്കെ. പക്ഷേ എന്താണ് ഷദീദ എന്നുള്ളതാണ് മഫൂൽ മുത്തലക്കാണല്ലോ, അത് തന്നെ. അപ്പോൾ എന്താണ് ഹക്ക തിലാവത്തി, യത്ലൂനഹു അവരതിനെ പാരായണം ചെയ്യുന്നവരായ നിലക്ക്, ഹക്ക തിലാവത്തി അതിനെ പാരായണം ചെയ്യേണ്ട വിധത്തിൽ പാരായണം ചെയ്യുന്നവരായ നിലക്ക്. അങ്ങനെ ഇനി വൽ ഖബറു, ഇനി അല്ലദീന എന്നുള്ള മുപ്പത്തതിൻ്റെ ഖബർ എന്താണ്, ഉലൈക അവർ, യുഅ്മിനൂന ബിഹി അവർ അതിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. നസലത്ത് ഈ ആയത്തിറങ്ങിയത് ഫീ ജമാഅത്തിൻ്റെ ഒരു സംഘത്തിലാണ്. ഖദമു അവർ വന്നു, മിനൽ ഹബശ ഹബശയിൽ നിന്നും എത്യോപ്യയിൽ നിന്നും വരികയും എന്നിട്ട് വസ്ലമു അവർ മുസ്ലിമീങ്ങളാവുകയും ചെയ്തവരാണ്. വമൻ യക്ഫുർ ബിഹി ഇനി ആരെങ്കിലും അതിനെ കൊണ്ട് നിഷേധിച്ചാൽ, ഐബിൽ കിതാബ് ഈ കിതാബ് കൊണ്ട് നിഷേധിച്ചാൽ, എങ്ങനെയുള്ള കിതാബ്, അൽ മുഅ്ത നൽകപ്പെട്ട കിതാബിനെ കൊണ്ട് നിഷേധിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ രൂപം പറയുന്നത്, അതിൻ്റെ തസ്വീറിൻ്റെ ബായാണ് ഇത്. ബി ഐ യുഹരിഫഹു അതിനെ തഹരീഫ് നടത്തുന്നത് കൊണ്ട്, അതിന് മാറ്റം വരുത്തൽ കൊണ്ട് എങ്ങനെ ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ, ഫഉലൈക അക്കൂട്ടർഹും അവർ തന്നെയാണ് അൽ ഖാസിറൂൻ നഷ്ടക്കാർ. എന്താണ് പരാതിരും നഷ്ടക്കാരുമായത്, ലിമസീരിഹിം അവരുടെ സ്ഥലം അവർ ആയിത്തീരുന്ന സ്ഥലമായത് കാരണത്താൽ, ഏതിലേക്ക്, ഇലന്നാർ അല്ലെങ്കിൽ ലിമസീരിഹിം അവർ ആയിത്തീരുന്ന കാരണത്താൽ, മസ്തറാണ് മീമിയായ മസ്തർ, അവർ ആയിത്തീരുന്ന കാരണത്താൽ ഇലന്നാർ നരകത്തിലേക്ക്. എങ്ങനെയുള്ള അൽ മുഅബ്ബദത്തി ശാശ്വതീകരിക്കപ്പെട്ട, ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റൂല, അലൈഹിം അവരുടെ മേൽ ശാശ്വതീകരിക്കപ്പെട്ട നരകത്തിലേക്കാണ് അവരുടെ മടക്കം, അവർ പോയിത്തീരുന്നത്. അത് കാരണത്താൽ യാ ബനി ഇസ്രായീല അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു നിങ്ങൾ ഓർക്കണേ, നിഅമതി എൻ്റെ അനുഗ്രഹത്തെ, അല്ലത്തി എങ്ങനെയുള്ള അനുഗ്രഹമാണ്, അൻഅംതു അലൈക്കും ഞാൻ നിങ്ങളുടെ മേൽ നിഅമത്ത് ചെയ്തു വന്നിരിക്കുന്നു, വഅന്നി നിശ്ചയം ഞാൻ ഫളൽതുക്കും നിങ്ങളെ ഞാൻ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, അലൽ ആലമീൻ സർവരുടെയും മേൽ. അതാണ് എൻ്റെ അനുഗ്രഹം അല്ലേ. തഖദ്ദമ മിസ്ലു ഇതുപോലത്തെ മുമ്പും കടന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് ബഖറയുടെ ഏതാണ്ട് 5-ാമത്തെ പേജിൽ വന്നിട്ടുണ്ട് ഇതേ ആയത്ത്. അപ്പം അന്നി ഫളൽതുക്കും അലൽ ആലമീൻ. ഇനി വത്തക്കൂ എന്ന് വെച്ചാൽ ഖാഫു നിങ്ങൾ പേടിക്കണേ, യൗമൻ ഒരു ദിവസത്തെ. എങ്ങനെയുള്ള ദിവസമാണ്, ലാ തജിസി എന്ന് വെച്ചാൽ പര്യാപ്തമാവുകയില്ല, തഗ്നി പര്യാപ്തമാവുകയില്ല, നഫ്സുൻ ഒരു നഫ്സും അൻ നഫ്സ് ഒരു നഫ്സിനെ തൊട്ട്,
ഫീഹി ആ ദിവസത്തിൽ ഒരാളെ കൊണ്ട് ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് പര്യാപ്തമാവാത്ത ഒരു ദിവസം, ആരും മതിയാവാത്ത ദിവസം, അങ്ങനെയുള്ള ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ. ഷെയ്അൻ ഒരു നിലക്കും, ഷെയ്അൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലും, വലാ യുഖ്ബലു മിൻഹാ ഒരു നഫ്സിൽ നിന്നും, മിൻഹ എന്ന് വെച്ചാൽ അതിൽ നിന്നും, അഥവാ ഇവിടെ നഫ്സാണല്ലോ, അപ്പോൾ ഒരു നഫ്സിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല, അതിലും നീതി സ്വീകരിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഫിദ എന്നാണ്, അതായത് പ്രായച്ചിത്തം സ്വീകരിക്കൂല. ഒരാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾക്ക് പ്രായച്ചിത്തം കൊടുക്കാവുന്ന അവിടെ അവസരം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഫീസ് അടച്ചാൽ, പിഴ അടച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടാം, പക്ഷെ അവിടെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂല. വലാ തൻഫഉഹാ ആ നഫ്സിന് ഉപകരിക്കുകയില്ല ശഫാഅത്തുൻ ഒരു ശഫാഅത്തും, ഒരു ശുപാർശയും ഉപകരിക്കുകയില്ല. ഇവിടെ ഒരു ശുപാർശ ഉപകരിക്കില്ല എന്ന് വെച്ചാൽ നിബിധങ്ങളുടെ ശുപാർശ, അംബിയാ മുർസലീങ്ങളുടെ ഔലിയാക്കളുടെ ശുപാർശ ഇല്ല എന്ന് പറയാൻ പറ്റൂല. കാരണം ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ ഇറാദ് കൊണ്ടുള്ള ശുപാർശയാണ്. അള്ളാഹ് പറയാതെ ഒരു ശുപാർശ ആർക്കും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുടെ എന്താണ് അനുമതി കിട്ടുമ്പോൾ ഷഫാഅത്തുൽ കുബ്ര, നിബിധങ്ങളുടെ ഭാഗങ്ങളിൽ ഷഫാഅത്ത് ഉണ്ടാകും, പിന്നെ ബാക്കിയുള്ളവരുടെ ഷഫാഅത്തൊക്കെ ഉണ്ടാകും. അല്ല ഷഫാഅത്ത് തീരെ ഇല്ലെന്നല്ല, അള്ളാഹ് ഉദ്ദേശിച്ചാലുള്ള ഷഫാഅത്ത് ഉള്ളതെന്നാണ്. അപ്പോൾ അള്ളാഹ് നേരത്തെ കാലയെ കൂട്ടി അറിയുന്നതാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒരു ഷഫാഅത്തും ഒരു ശുപാർശ ഉപകരിക്കാത്ത ദിവസം വലാഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ യുംനഊൻ അവർ തടയപ്പെടുകയില്ല മിൻ അദാബില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്. അള്ളാഹു ശിക്ഷ കൊടുക്കാൻ വിചാരിച്ചാൽ ആർക്കും തന്നെ തടയാൻ കഴിയില്ല. വദ്കുർ അങ്ങോർക്കണ നബിയെ ഇദ്ബതലാ ഇഖ്തബറ പരീക്ഷിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വഫീ ഖിറാഅത്തിൽ മറ്റൊരു ഖിറാഅത്തിലുണ്ട് ഇബ്രാഹാം എന്നുണ്ട്. എന്തായാലും രണ്ട് ലുഗത്ത് അല്ലേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുഹു ഇബ്രാഹിമിൻ്റെ റബ്ബ് അള്ളാഹുവിനെ പരീക്ഷിച്ചപ്പോൾ ബി കലിമാത്തിന് ചില വചനങ്ങൾ കൊണ്ട്, ആമിരിൻ ചില കൽപ്പനകൾ കൊണ്ടും, വനവാഹിൻ ചില നിരോധനങ്ങൾ കൊണ്ടും, കല്ലഫഹു അള്ളാഹ് കൽപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ബിഹാ എന്താണ് നെഹികളും അതുപോലെ തന്നെ അമ്രുകളും കൊണ്ട്, അതായത് ഈ കലിമത്തുകൾ കൊണ്ട്, അതായത് ഈ നെഹികളും അമ്രുകളും ഈ നിരോധനങ്ങളും കൽപ്പനകളും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കീർത്തിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. തീല ഒരു കൗലുണ്ട്, അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഹിയ അതെന്താണ്? മനാസിക്കുൽ ഹജ്ജ് കർമ്മമാണ്. മനാസിക് എന്ന് വെച്ചാൽ ആരാധന, ഹജ്ജ് ആരാധന, അതായത് ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലേ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടല്ലേ ലോകത്തിനെമ്പാടുമുള്ള ലോകത്തുള്ള നിരവധി ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്നത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി. ഇനി വക്കീല മറ്റൊരു അഭിപ്രായം, ഇവിടുത്തെ ആ കലിമാത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അൽ മൽമലത്ത് വായ കൊപ്പിളിക്കലാണ്, പിന്നെ വൽ ഇസ്തിൻഷാഖാണ് മൂക്കിൽ വെള്ളം കെട്ടി ചീറ്റലാണ്, വസിവാക്ക് പല്ല് തേക്കലാണ്, ഖസ്സുശാരിബും മീശവെട്ടലാണ്, ഫർഖുശഅരി മുടി ഇങ്ങനെ വേർപെടുത്തിയിട്ട് ഇതാക്കലാണ്, പിന്നെ മുടി ഇങ്ങനെ ജട പിടിച്ച് മുടിയൊക്കെ മാറ്റി, പിന്നെ വഖൽമുൽ അൽഫാർ നഖങ്ങൾ വെട്ടലാണ്, പിന്നെ വനത്ഫുൽ ഇബ്തി കക്ഷത്തിലെ രോമം പറിച്ചു കളയലാണ്, ഹൽഖിൻ ആനത്തി ഗുഹിരോമം പഠിക്കലാണ്, വല ഹിത്താൻ ചേലാകർമ്മം ചെയ്യലാണ്, വലിസ്തിഞ്ച മനോഹരം ചെയ്യലാണ്, മൂത്രവിച്ചാൽ മനോഹരിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്തായാലും അങ്ങനെ കൽപ്പിച്ച അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പരീക്ഷിച്ചപ്പോൾ ഫഅതമ്മഹുൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനെയൊക്കെ പൂർത്തീകരിച്ചു. അദാഹുൻ അവയൊക്കെ വീട്ടി താമാത്തിന് പൂർണ്ണമായിട്ട് അവകൾ തന്നെ ആ കാര്യങ്ങൾ തന്നെ പൂർണ്ണമായ നിലക്ക് അവയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീട്ടി. അപ്പോൾ കാലത്ത് ആലഹു അദ്ദേഹത്തോട് നബി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നീ നിശ്ചയം ഞാൻ ജായിലുക നിന്നെ ആക്കുന്നവനാണ്, ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി ഇമാമാ ജനങ്ങൾക്കുള്ള ഇമാമ നേതാവാക്കലാണ്, വഴികാട്ടിയാക്കുന്നതാണ്. അതായത് കുതുവത്തം ഫിദ്ദീൻ, അതായത് ദീനിൻ്റെ വിഷയത്തിൽ ഒരു കുതുവത്ത് ഒരു മുൻഗാമിയാക്കുക, ഒരു പിൻപറ്റാൻ പറ്റിയ ഒരു റോൾ മോഡൽ, ഒരു കുതുവത്ത് പിൻപറ്റാൻ പറ്റിയ ഒരാളാക്കലാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇബ്രാഹിം എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ പിതാവായിട്ട് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഇബാദത്തുകൾ ഇപ്പോൾ പറഞ്ഞ ഈ സിവാക്ക്, ഇസ്തിൻഷാക്ക്, മൽമലത്ത് എന്താവട്ടെ അതെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ പിതാവായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മില്ലത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മില്ലത്ത് ഇബ്രാഹിമാണ് നമ്മുടെ മില്ലത്ത്, നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ്. കാല വമിൻ ദുരിയത്തി, അപ്പോൾ നിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. കാല പറഞ്ഞു, വമിൻ ദുരിയത്തി എൻ്റെ ദുരിയത്തിൽ നിന്നും ആക്കണേ അല്ലാ, എൻ്റെ സന്താനങ്ങളിൽ നിന്നും ഇങ്ങനെ ഇമാമുമാരാക്കണേ, ഔലാദി എൻ്റെ മക്കളിൽ നിന്നും, വിജഅൽ അയിമ അവരെയൊക്കെ നീ എന്താക്കണേ ഇമാമുമാരാക്കണേ, അവരിൽ നിന്നും ഇമാമുമാരുണ്ടാക്കണേ എന്ന്. കാല ലാ യനാലു അഹ്ദി ബിൽ ഇമാമ, അപ്പോൾ കാല പറഞ്ഞു
ലാ യനാലു അഹ്ദി, എൻ്റെ അഹദിനെ, എൻ്റെ ഈ കരാറിനെ നേടിയെടുക്കുന്നില്ല. ബിൽ ഇമാമത്ത്, ഇമാമത്ത് കൊണ്ട് എൻ്റെ കരാറിനെ നേടിയെടുക്കുകയില്ല. എന്ത്? ലാലിമീൻ, ലാലിമീങ്ങൾ, അൽ കാഫിരീൻ മിൻഹു, അവരിൽ നിന്ന് കാഫിരീങ്ങളായ ആളുകൾ എൻ്റെ കരാർ നേടിയെടുക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇത് പെട്ടവരാണല്ലോ. ഇങ്ങനെ പോയിട്ട് ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അല്ലേ ഇസ്രായേൽ ഒരുപാട് കാഫിര്യങ്ങളില്ലേ ഇസ്രായേൽ സ്വന്തം ഇപ്പം ജൂതന്മാരൊക്കെ. അപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു കാലായനാൽ അഹദി, എൻ്റെ അഹദ് നേടിയെടുക്കുക, എന്താണ് എൻ്റെ അഹദ് നേടിയെടുക്കുകയില്ല ലാലിമീങ്ങൾക്ക്, അതായത് ഈ ഇമാമത്താവാനുള്ള യോഗ്യത ലാലിമീങ്ങൾക്ക് കിട്ടൂല. അൽ കാഫിരീൻ മിൻഹും, എൻ്റെ സന്താനങ്ങളിൽ നിന്ന്, അവരിൽ നിന്നുള്ള കാഫിര്യങ്ങൾക്ക്. ദല്ല അലാ അന്നഹു യനാലു, എന്താണ് ദല്ല അത് അറിയിച്ചു, അല അന്നഹു നിശ്ചയം അത്, ഏത് ഈ അഹദ് എന്നുള്ളത്, യനാലു ഗൈറുൽ ലാലിമു, അത് നേടിയെടുക്കുന്ന ആരാണ്? ഗൈറുൽ ലാലിമാണ്. ലാലിമല്ലാത്ത ആൾക്കാണ് ഏത് കിട്ടുക? ഈ ഇമാമത്താവാനുള്ള യോഗ്യത കിട്ടുക എന്നത് അറിയിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുത്രൻ ഇസ്മായിൽ, ഇസ്ഹാഖ്, പിന്നെ യാക്കൂബ് നബിയിൽ നിന്നും അനേക നിരവധി അംബിയ മുർസലീങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഇമാമുമാർ അയച്ചത്. പിന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഒരു പ്രവാചകൻ ആ കുടുംബത്തിൽ വന്നില്ല. എന്നിട്ട് അവസാനം ആരംഭപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റെല്ലാ അംബിയാക്കളെക്കാളും മികച്ച നിലയ്ക്ക് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ വരികയാണ് പിന്നീട് ചെയ്തത്. ഇൻഷാ അല്ലാഹ്. അധ്യായത്തിൽ മറ്റൊരു ഖിറാഅത്ത് പറഞ്ഞ വലാ തസ്അലൻ അസ്ഹാബൽ ജഹീം, അങ്ങ് ജഹീമിൻ്റെ ആളുകളെ പറ്റി ചോദിക്കേണ്ടതില്ല. അതായത് അങ്ങക്ക് പ്രബോധനം മാത്രമേ ഉള്ളൂ, എന്താണ് അങ്ങ് അവരുടെ കാര്യം ഒന്നും നോക്കേണ്ട അന്ന രീതിയിൽ എന്നാണ് മറ്റൊരു ഖിറാഅത്തുള്ളത്. ഇനി അടുത്തത് വഇദ് ജഅൽനൽ ബൈത്തൽ കഅബ, ബൈത്ത നാം വിശുദ്ധ ഗേഹത്തെ ആക്കിയ വേളയെ അങ്ങ് ഓർക്കുക. അൽ കഅബ, അതായത് കഅബയെ നാം ആക്കിയോ. മസാബത്തൻ, എന്താക്കി? മസാബത്തൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മസാബത്താക്കി, അഥവാ മർജിഅൻ, ഒരു മടക്കസ്ഥലാക്കി. എങ്ങനെ? യസൂബൂന, അവർ മടങ്ങുന്നു, ജനങ്ങൾ ഇലൈഹി, ആ കഅബാലയത്തിലേക്ക്, വിശുദ്ധ ഹറമിലേക്ക്, മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തും ഓരോ ജാനിബിൽ നിന്നുള്ള ആളുകൾ, അതല്ലേ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന ഹജ്ജ് സംഗമം, പിന്നെ എല്ലാ സമയത്തുള്ള ഉംറ സംഗമം, അതൊക്കെ അതാണല്ലോ. അമ്ന, ഈ പരിശുദ്ധ ഗേഹത്തെ ആക്കണേ, അമ്ന എന്താണ്? നിർഭയത്വമുള്ള സ്ഥലമാക്കണേ. മഅ്മനല്ലഹും, അവർക്കുള്ള അമാനത്തുള്ള നിർഭയത്വമുള്ള സ്ഥലമാക്കണേ. എന്തിൽ നിന്നൊക്കെ നിർഭയത്വം? മിനൽ ലുൽമി, അക്രമത്തിൽ നിന്നും, വൽ ഇഗാറാത്തി, പ്രലോഭനങ്ങളിൽ നിന്നും. എങ്ങനെയുള്ള ലുൽമ്, പ്രലോഭനങ്ങളാണ്? അൽ ബാഖിയത്തി ഫീ ഗൈരിഹി, ആ ഹറമല്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രലോഭനങ്ങൾ, ലുൽമ്, അക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും നിർഭയത്വം ലഭിക്കുന്ന ഒരു സ്ഥലവുമാക്കണേ. ഇതുപോലെ കഅന്ന റജുല, ഒരാളെപ്പോലെ യൽക്കാമൻ കണ്ടുമുട്ടുന്നു, ഖാത്തില അബിഹി, തൻ്റെ പിതാവിനെ കൊന്ന ആളെ, ഫിഹി, ആ ഹറം ദേശത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. അങ്ങനെ ഫലാ യുഹീജുഹു, അവനെ എന്താണ്? ഇസ്ആജ് നടത്തുന്നില്ല, അവനെ പേടിപ്പിക്കുകയോ അവനോട് മുആഖദത്ത്, എന്താണ് അവനെ പിടികൂടി ശിക്ഷിക്കുവാനൊന്നും വരുമ്പിടുന്നില്ല, അവിടെ നിന്നൊന്നും ചെയ്യൂല. അതാണ് ആ ഹറമിൻ്റെ പ്രത്യേകത. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയുടെ ഇജാബത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടായത്. വത്തഖിദു, നിങ്ങൾ സ്വീകരിച്ചു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മഖാം ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മക്കാമിൽ നിന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കാം, സ്ഥാനം അതേതാണ്? ഹുവ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കാം എന്നുള്ളത് അൽ ഹദറു, കല്ലാണ്. അല്ലത്, ഇങ്ങനെയുള്ള കല്ല്, കാമ അലൈഹി, അതിന്മേലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്നു. ബിനാഇൽ ബൈത്തി, വിശുദ്ധ കഅബാലയം പണിയുന്ന വേളയിൽ. അപ്പം കല്ലൊക്കെ മേലെ കയറ്റി വെക്കാൻ വേണ്ടി അവിടെ നിന്നു, ആ കല്ലാണ്. അതിനാക്കിക്കോ മുസല്ലയാക്കി സ്വീകരിച്ചോ. മക്കാന സലാത്ത്, നിസ്കാരത്തിൻ്റെ സ്ഥലമാക്കി സ്വീകരിച്ചു. അതെങ്ങനെയാണ്? ബി അൻ തുസല്ലു, നിങ്ങൾ നിസ്കരിക്കൽ കൊണ്ട്, ഖൽഫഹു, അതിൻ്റെ പിന്നിൽ, റകഅത്തായി തവാഫ്, തവാഫിൻ്റെ 2 റക്അത്ത് ഉണ്ടല്ലോ, അതിന് നിസ്കരിക്കൽ കൊണ്ട്. അഫീ ഖിറാഅത്ത്, മറ്റൊരു ഖിറാഅത്തിലുണ്ട് വത്തഖദൂ, നമ്മുടെ ഖിറാഅത്തിൽ വത്തഖദൂ എന്നാണ്. വത്തഖദൂ ബി ഫത്ഹിൽ ഖായി, അവർ ജനങ്ങളെന്തായി? സ്വീകരിച്ചു എന്നർത്ഥം. ബി ഫത്ഹിൽ ഖായി, ഖായിന് ഫത്ഹ് ചെയ്യലുണ്ട്. മറ്റേ വത്തഹിദു അത് അമ്രാണ്, പക്ഷേ ഇതെന്താണ്? ഖബർ. ഇതെന്താണ്? ഖബറാണ്, ഇൻഷായിയായതല്ല, ഖബരിയായ ജുംലയാണ്. വാഹിദിന, നാം കരാർ ചെയ്തു, ഇലാ ഇബ്രാഹിം ഇസ്മായിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോ കരാർ ചെയ്തു എന്ന് വെച്ചാൽ അമർനാഹുമാ, നാം അവർ രണ്ടുപേരും കൽപ്പിച്ചു. എന്ന് വെച്ചാൽ ഐബി അൻ തൊഹിറ ബൈത്തിയ, നിങ്ങൾ രണ്ടുപേരും ശുദ്ധീകരിക്കൽ കൊണ്ട് ബൈത്തിയ, എൻ്റെ ഗേഹത്തെ, മിനൽ ഔസാൻ, വേസ്റ്റുകൾ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശം എന്താണ്? വിഗ്രഹങ്ങളെ തൊട്ട് എന്താക്കുക? ശുദ്ധീകരിക്കുക. അവിടെയുള്ള വിഗ്രഹങ്ങളൊക്കെ മാറ്റുക, ബഹുദൈവാരാധന അവിടെ നിന്ന് ഒഴിവാക്കുക. വീണ്ടും നബിതങ്ങളുടെ കാലത്ത് അങ്ങനെ വന്നു, പിന്നെ നബിതങ്ങളുടെ കാലത്തും അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടായല്ലോ. മക്ക വിജയത്തോടു കൂടി വിഗ്രഹങ്ങളൊക്കെ തരിച്ച് എന്താണ് എല്ലാം അവിടെ നിന്ന് മാറ്റിപ്പെട്ടല്ലോ. തഹിറ ബൈത്തി അലി ത്വാഇഫീന വൽ ആകിഫീന, ആർക്കാണ് ഈ ബൈത്തിനെ ഇത്രയും വിശുദ്ധമാക്കുന്ന? ആർക്ക് വേണ്ടിയാണ്? ലി ത്വാഇഫീന, അവിടെ തവാഫ് ചെയ്യുന്ന ആളുകൾക്കും, വൽ ആകിഫീന, അവിടെ ഏത്തിക്കാഫിരിക്കുന്ന, അൽ മുഖീമീന ഫീഹി, അവിടെ താമസിക്കുന്ന ആളുകൾ, അതായത് അവിടെ ഭജനം ഇരിക്കുന്ന ആളുകൾ, ഏത്തിക്കാഫൊക്കെ ആയിട്ട് കൂടുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഈ വിശുദ്ധ ഗേഹത്തെ ശുദ്ധീകരിക്കാൻ ഇവർ രണ്ടുപേരോടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. റുക്കൂ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയും. ജംഉ റാക്കിഉം വസാജിദ്, അതങ്ങനെയാണ്. റാക്കിൻ്റെയും സാജിൻ്റെയും ജമ്മാണ് യഥാക്രമം
റുക്കഅ് റുക്കഇ സുജൂദ് എന്നുള്ളതൊക്കെ. അൽ മുസല്ലീൻ റുക്കൂ സുജൂദ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നിസ്കാരത്തിന്റെ ജുസ് ആണല്ലോ. അപ്പോൾ ജുസുവിനെ പറഞ്ഞത് കുല്ലിനെ ഉദ്ദേശിക്കുന്നതാണ് അൽ മുസല്ലീൻ, അവിടെ നിസ്കരിക്കുന്ന ആളുകൾക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. റബ്ബി, എൻ്റെ റബ്ബേ, ഇജഅൽ ഹാദാ, ഇതിനെ നീ ആക്കണേ, അൽ മക്കാന, ഈ സ്ഥലത്തെ നീ ആക്കണേ, ബലദൻ ആമിന, വിശ്വസ്തമായ, എന്താണ്, സുരക്ഷിതമായ ഒരു നാടാക്കണേ, അമ്നുടേതായ, അതായത് സുരക്ഷിതത്വമുള്ള നാടാക്കണേ. അല്ലാഹു ദുആഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. വജഅലഹു, അങ്ങനെ അല്ലാഹു തആല അതിനാക്കി ഹറമൻ, പവിത്രമായ സ്ഥലമാക്കി. ലാ യുസ്ഫഖു ഫീഹി, അതിൽ ചീന്തപ്പെടുകയില്ല. ദമു ഇൻസാനി, ഒരു മനുഷ്യന്റെ ചോരയും അവിടെ ചിന്തപ്പെടുകയില്ല, ഒലിക്കപ്പെടുകയില്ല. വലാ യുദ്ലമു ഫീഹി അഹദുൻ, അവിടെ ഒരാളും ആക്രമിക്കപ്പെടുകയില്ല. വലാ യുസാദു സൈദുഹു, അവിടെയുള്ള വേട്ടമൃഗം വേട്ടയാടപ്പെടുകയില്ല. വലാ യുതഖല്ല ഖലാഹു, ഖലാ എന്ന് വെച്ചാൽ പുല്ലാണ്, അവിടെയുള്ള പുല്ല് അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെടുകയില്ല. അവിടെ നിന്ന് പുല്ല് വെട്ടാൻ പറ്റില്ല, അവിടെ വേട്ടയാടാൻ പറ്റും, അങ്ങനെയൊക്കെയാണല്ലോ. വർസുഖ് അഹ്ലഹു, അള്ളാഹുവിനോട് പറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, നീ ഭക്ഷിപ്പിക്കണേ അഹ്ലഹു, അതിലുള്ള ആളുകളെ, മിന സമറാത്ത്, പഴവർഗ്ഗങ്ങളിൽ നിന്നും. അത് ഫുഇല, പ്രവർത്തിക്കപ്പെടുന്നുണ്ട്. ബിനഖലി ത്വായിഫ് മിന ഷാമി, ഷാമിൽ നിന്ന് ഒരു ഭാഗത്തെ നക്കൽ ചെയ്യലുണ്ട്, നീക്കം ചെയ്യലുണ്ട്. ഇലൈഹി, ഈ ഹറം ഭാഗത്തിലേക്ക്, അതായത് ഹറമിൽ നിന്ന് ഏതാണ്ട് ഒരു 2 മർഹല അടുത്ത സ്ഥലത്തിലേക്ക്. വകാന, ഈ ഒരു തായിഫായിരുന്നു, ഈ ഒരു സ്ഥലമായിരുന്നു അഖ്ഫർ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നും മുളയ്ക്കാത്ത മരുഭൂവായിരുന്നു. ലാ സറഅ ഫീഹി, അതിൽ യാതൊരു കൃഷിയില്ല. വലാമ, യാതൊരു വെള്ളവുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയ്ക്ക് ഉത്തരം നൽകി. ഇതുപോലെ എന്താണ്, ഇവിടെ നിന്നൊരു സ്ഥലം എങ്ങോട്ടും പോയി, ഷാമിലേക്കും. അങ്ങനെ മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മൻ ആരെങ്കിലും ആമന വിശ്വസിച്ചാൽ, മിൻഹു അവരിൽ നിന്നും, ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട്, വൽ യൗമിൽ ആഖിർ എന്ത് ദിനത്തെയും കൊണ്ട് വിശ്വസിച്ചാൽ, ബദലും മിൻ അഹ്ലിഹി, മിൻ അഹ്ലിഹി എന്നുള്ള ബദലാണ്. മിൻ അഹ്ലിഹി എന്ന് പറഞ്ഞല്ലോ, എന്താണ്, അല്ല അഹ്ലഹു എന്ന് പറഞ്ഞല്ലോ. അഹ്ലഹു എന്നതിനുള്ള ബദലാണ്. ഇതിന്റെ ആളുകളെ സമറാത്തുകളിൽ നിന്നും, പഴവർഗ്ഗങ്ങളിൽ നിന്നും നീ ഭക്ഷിപ്പിക്കണേ എന്ന് പറഞ്ഞു. അഥവാ അത് ആളാരാണ്? ഇവിടുത്തെ ആളുകൾ എന്ന് വെച്ചാൽ എല്ലാ ആളുകളാണോ? അല്ല, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ. അഥവാ അപ്പോൾ എന്താണ്, വഹസ്സഹും ബിദ്ദുആ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ പ്രത്യേകമാക്കി, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിറിനെ പ്രത്യേകമാക്കി, ബിദ്ദുആ, ദുആ കൊണ്ട്, ലഹും അവർക്ക് ദുആ ചെയ്യലുകൊണ്ട് പ്രത്യേകമാക്കി. എന്തിനു വേണ്ടി? മുആഫഖത്തൻ ലിഖൗലിഹി, എന്താണ്, മുആഫഖത്ത് യോജിക്കാൻ വേണ്ടി, ലിഖൗലിഹി, എന്താണ്, അപ്പോൾ ഇതാണ് അവിടെ നേരത്തെ പറഞ്ഞത് ഒരു ചെറിയ മിസ്റ്റേക്ക്, ഇത് അള്ളാഹു ആണ്. അപ്പം മുവാഫഖത്തിൽ കൗലി, അള്ളാഹുവിൻ്റെ കൗലിനോട് യോജിക്കാൻ വേണ്ടി. അള്ളാഹ് എന്താ പറഞ്ഞ? ലാ യനാലു അഹ്ദി, എൻ്റെ കരാറ് എന്താവൂല, എൻ്റെ കരാറ് നേടുകയില്ല ലാലിമീങ്ങൾ, അതായത് ലാലിമീങ്ങളായിട്ട് എൻ്റെ കരാറിന് ബന്ധമൊന്നുമില്ല. അതായത് ഞാൻ ഇത്രത്തോളം സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും, അത് ആർക്കാണ്? ലാലിമീങ്ങൾക്ക് അല്ല, ലാലിമീങ്ങൾ അല്ലാത്ത ആളുകൾക്കാണ്. അപ്പം അത് യോജിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ അഹ്ലുകാർക്കും എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മതി? സമറാത്തുകളിൽ നിന്ന് ഭക്ഷിപ്പിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ പ്രത്യേകമാക്കിയതാണ്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, എന്താണ്, അർസുഖു, ഞാൻ എന്താണ് റിസ്ക് നൽകും, മൻ ഓരോരുത്തർക്കും നൽകും, കഫറ സത്യം നിഷേധിച്ച ആളുകൾക്കും നാം എന്ത് ചെയ്യും? റിസ്ക്കൊക്കെ നൽകും. എന്നിട്ട് ഉമത്തിഹു, നാം അവരെയൊക്കെ എന്ത് ചെയ്യും? സുഖിപ്പിക്കും. ബി തശ്ദീദി ഉമത്തിഹു എന്നും, അതുപോലെ തന്നെ തഖ്ഫീഫി ഫഉംതിഹു എന്നും രണ്ടും ഖിറാഅത്തുണ്ട്. എന്തായാലും നാം അവരെ സുഖിപ്പിക്കും. ദുനിയാവിൽ ബിറസ്ഖി, റിസ്ക് നൽകുക എന്നതിൻ്റെ മസ്തറാണ്. റസ്ക് നൽകലുകൊണ്ട്, അല്ലെങ്കിൽ റിസ്ക്, റിസ്ക് തന്നെ, റിസ്ക് കൊണ്ട് നാം എന്ത് ചെയ്യും? അവരെ നാം സുഖിപ്പിക്കും. ഖലീലൻ എന്നതിൽ ഖലീലൻ കുറച്ചെന്ന് വെച്ചാൽ മുദ്ദത്ത് ഹയാത്തി, അവരുടെ ആ ജീവിതകാലം, ദുനിയവിയായ ജീവിതം വളരെ തുച്ഛമാണല്ലോ, അപ്പോൾ അത്രത്തോളം സമയം നാം അവരെ നല്ല സുഖിപ്പിക്കും. സുമ പിന്നീട് അൽത്തറുഹു, നാം അവരെ നിർബന്ധിക്കും എന്ന് വെച്ചാൽ അൽജിഉഹു, നാം അവരെന്താക്കും? തള്ളിവിടും. ഫിൽ ആഖിറത്തിൽ വെച്ച്, എന്താണ് ഈ അക്രഹ എന്നൊക്കെ വെച്ചാൽ എന്താണ്? നിർബന്ധിക്കുക എന്നാണ്. ഇതങ്ങനെയല്ല, തള്ളിവിടുക എന്ന്. നാം തള്ളിവിടും. ഫിൽ ആഖിറത്തിൽ വെച്ച് ഇല അദാബിന്നാർ, അവരെയൊക്കെ നാം എന്താവും? ഈ മൻ കഫറേനയില്ലേ, തള്ളിവിടും. ഏതിലേക്ക്? ഇല അദാബിന്നാർ, നരകശിക്ഷയിലേക്ക്. അപ്പോൾ ഫലാ യജിദു അൻഹ, അവർ ആ നരകത്തെ തൊട്ട് എത്തിക്കുകയില്ല. മഹീസ, അകന്നു മാറാനുള്ള ഒരു സ്ഥലത്ത് എത്തിക്കുകയില്ല. വബിഇസൽ മസീർ, അത് എത്ര മോശം മടക്കസ്ഥലം. അൽ മർജിഉ, എത്ര മോശം മർജി, മടക്കസ്ഥലം. ഹിയ, പ്രത്യേകിച്ച് അത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.